സത്യത്തിൽ വളരെ അത്ഭുതകരമായ ഒരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാജീവ് ചന്ദ്രശേഖർ മോശക്കാരനാണെന്നുള്ള അർത്ഥത്തിലല്ല, അദ്ദേഹം വിജയിച്ച ഒരു ബിസിനസ്സുകാരൻ, ഒരു വ്യവസായിയാണ്. തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോൾ അദ്ദേഹം വളരെയധികം വോട്ടുകൾ സമാഹരിക്കും, ഒരുപക്ഷെ വിജയത്തിന്റെ തൊട്ടടുത്ത് വരെ എത്തി എന്നുള്ളത് സത്യമാണ്. ശശി തരൂരിനെ പോലെ അതിശക്തനായ ഒരു സ്ഥാനാർത്ഥി എതിർഭാഗത്ത് ഉണ്ടായിട്ട് പോലും അദ്ദേഹം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ BJP പോലെ ഒരു പാർട്ടി, കേരളം പോലൊരു സംസ്ഥാനത്ത് അദ്ദേഹം നായക സ്ഥാനത്ത് വരുന്ന എന്തുമാത്രം പാർട്ടിക്ക് ഗുണകരമാകും സംഘടനാപരമായിട്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് തീർച്ചയായിട്ടും സംശയമുണ്ട്. കാരണം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വേറൊരു ബിസിനസ്സാണ്. താഴെ തട്ടിലുള്ള പ്രവർത്തകരുടെ മുതൽക്ക് പരസ്പരം പോരടിച്ച് പിണങ്ങി കൊമ്പ് കോർത്ത് കോൺഗ്രസിനേക്കാൾ മോശപ്പെട്ട രീതിയിൽ ഗ്രൂപ്പിസവുമായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടി ഇദ്ദേഹത്തിന് എന്ത് അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിലാണ് സംശയമുള്ളത്. കാരണം ഇദ്ദേഹം അടിസ്ഥാനപരമായിട്ട് രാഷ്ട്രീയക്കാരനല്ല, ഒരു വ്യവസായിയാണ്, ബിസിനസ്സുകാരനാണ്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയത്തിന്റെ ഇരുണ്ട ഇടനാഴികളിൽ കൂടി പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സംശയമാണ്. ഇപ്പൊ ശശി തരൂർ കേരളത്തിൽ കോൺഗ്രസിന്റെ നായക സ്ഥാനത്ത് വന്നാലും നമുക്ക് ഇതുപോലത്തെ ഒരു അമ്പരപ്പുണ്ടാവും. ശശി തരൂർ വളരെ കഴിവുള്ള ആളാണ്, പ്രഗത്ഭനാണ്, ഇംഗ്ലീഷുമായിട്ട് സംസാരിക്കുന്ന ആളാണ്. ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ BJP നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ അതിനെ പരുവപ്പെട്ടതല്ല. കാരണം ഇവിടെ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ അധികാരം ഇല്ലാത്ത ഒരു സ്റ്റേറ്റ് ആയിട്ട് അവിടെ പല പല ഗ്രൂപ്പുകളാണ്, പല ഗ്രൂപ്പും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ. അപ്പോൾ RSSന്റെ സാന്നിധ്യമൊക്കെ ഉള്ള സ്ഥലത്ത് പോലും നമ്മൾ ആ രീതിയിലൊക്കെ തന്നെ ഗ്രൂപ്പുകളുടെ ഒരു അതിപ്രസരമുള്ള സ്ഥലത്താണ്. ഇപ്പോൾ എന്താണ് ഒരു പക്ഷേ ഇനി അദ്ദേഹം നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർക്ക് തോന്നുന്നത്? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അധികാരമുണ്ടോ ഇല്ലോ എന്നുള്ളതിന് ഉപരിയായിട്ട് ഈ ഗ്രൂപ്പുകൾക്ക് യാതൊരു കുറവുമില്ല, പരസ്പരം കടിച്ചു തിന്നാൻ നിൽക്കുന്ന നേതാക്കന്മാർ. അദ്ദേഹത്തിന് ഒരു മേന്മ എടുത്ത് പറയാവുന്ന പുള്ളി ഒരു ഗ്രൂപ്പിന്റെ ആളല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ എല്ലാ ഗ്രൂപ്പുകാർക്കും തുല്യ നിലയിൽ അനഭിമതനാണ് എന്നുള്ളതാണ്. BJP പല സംസ്ഥാനങ്ങളിലും പല പരീക്ഷണങ്ങൾ നടത്തിയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അവതരിപ്പിച്ച തന്നെ വലിയൊരു പരീക്ഷണമായിരുന്നു. അദ്വാനിയെ പോലെ പ്രഗത്ഭനായ ഗംഭീരനായ ഒരു നേതാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് പെട്ടെന്ന് ഒരു കറുത്ത കുതിരയായിട്ട് നരേന്ദ്രമോദി കടന്നു വരും. അദ്ദേഹത്തിന് ദേശീയ രാഷ്ട്രീയത്തിൽ പറയട്ടേക്ക സൽപ്പേരൊന്നും ഉണ്ടായിരുന്നില്ല, ദുഷ്പേര് വളരെ അധികം ഉണ്ടായിരുന്നു. പക്ഷെ ആ പരീക്ഷണം വിജയിച്ചു, അത് റിസ്ക്കാണ്. അതുപോലെ പല സംസ്ഥാനങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന അദ്ദേഹത്തെ ഏറ്റവും ഒന്നാമത് ആയിട്ട് അദ്ദേഹം MLA ആയതാണ്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള യോഗത്തിൽ 7ാമത്തെ റോയിലാണ് പുള്ളി ഇരുന്നത്. അദ്ദേഹത്തിന്റെ പേര് പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം തന്നെ ഞെട്ടിപ്പോയി, ബാക്കിയുള്ളവരും ഞെട്ടിപ്പോയി. കാരണം അതൊക്കെ അവർക്ക് അങ്ങനെ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യുന്ന പാർട്ടിയാണ്. BJPക്കാർ എന്തൊക്കെയോ കണക്കൂട്ടിയിട്ടാണ് ഇദ്ദേഹത്തെ മുന്നോട്ട് അവതരിപ്പിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കും. പക്ഷെ അത് കേരളത്തിൽ എന്തുമാത്രം വിജയിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പിന്നെ പാർട്ടിക്ക് അതീതമായ ഒരു പ്രതിച്ഛായ അദ്ദേഹത്തിനുണ്ട്. പക്ഷെ പ്രവർത്തകരെ എന്തുമാത്രം ഉത്തേജിപ്പിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ തെരഞ്ഞു നിൽക്കുന്ന നേതാക്കന്മാരെയും ഗ്രൂപ്പുകളെ എങ്ങനെ കൂട്ടിവയ്പ്പിച്ച് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള കാര്യത്തിലാണ് സംശയം. ഇപ്പൊ K. സുരേന്ദ്രനെ പോലെ എല്ലാ അഭ്യാസങ്ങളും പഠിച്ച ഒരാൾക്ക് പോലും കേരള BJPയിൽ പ്രത്യേകിച്ച് നമുക്കത് കണ്ടറിയാം. കാലം അത് തെളിയിക്കട്ടെ. വളരെയധികം